നമസ്കാരം. അമേരിക്കയും റഷ്യയും യുദ്ധത്തിന് തയ്യാറാകുന്നു. റഷ്യയുടെ തടങ്കലിലാകാൻ ട്രംപിന് മണിക്കൂറുകൾ മാത്രം മതി എന്നുള്ളതാണ്. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, റഷ്യയുടെ പുതിയ ഒറേഷ്നിക് മിസൈലുകൾ വെനസ്വേലയിൽ നിന്ന് വിക്ഷേപിച്ചാൽ പിന്നെ വൈറ്റ് ഹൗസ് തകരാൻ വേണ്ടത് വെറും 5 മിനിറ്റുകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ 5 മിനിറ്റിനുള്ളിൽ ട്രംപിനെ തടങ്കലിലാക്കാൻ റഷ്യക്ക് കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട് ഈ ഒറേഷ്നിക് മിസൈലുകൾക്ക്. വെനസ്വേലൻ മണ്ണിൽ നിന്ന് നിക്കോളസ് മഡൂറയെ തട്ടിക്കൊണ്ടുപോയി അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കാമെന്ന് മോഹിച്ച സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇടിത്തിയാണ്. റഷ്യൻ സിംഹം വ്ളാഡിമിർ പുടിൻ ഇതുവരെ തന്റെ ആയുധപ്പുര തുറന്നിട്ടില്ല. എല്ലാം വീക്ഷിച്ചുകൊണ്ട് പക്വതയോടെ കരുനിൽക്കുന്ന പുടിന്റെ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റുണ്ട് എന്ന് മറന്നു പോകരുത്. അമേരിക്കൻ സാമ്രാജ്യത്വം ഈ ചതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എങ്കിൽ വാഷിംഗ്ടണിന്റെ അധികാര കോട്ടകൾ വെറും 5 മിനിറ്റിനുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള ഒറേഷ്നിക് മിസൈലുകൾ എന്നേ സജ്ജമായി കഴിഞ്ഞു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പോലെയായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് അറിയാത്തവർക്കായിട്ട് ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയേണ്ടതുണ്ട്. 1962 ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ ആണവ മിസൈലുകൾ വിന്യസിച്ചതാണ് ഈ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്. ലോകം ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയ 13 ദിനങ്ങൾ. അന്ന് സോവിയറ്റ് മിസൈലുകൾക്ക് അമേരിക്കയിലെത്താൻ 15 മിനിറ്റ് വേണ്ടിയിരുന്നുവെങ്കിൽ ഇന്നത്തെ റഷ്യൻ സാങ്കേതിക വിദ്യ ആ ഗണിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശബ്ദത്തിന്റെ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒറേഷ്നിക് മിസൈലുകൾക്ക് മുന്നിൽ പ്രതികരിക്കുവാൻ പോലും അമേരിക്കൻ പ്രസിഡന്റിന് സമയം ലഭിക്കില്ല എന്നർത്ഥം. ആറ്റമിക് ഫുട്ബോൾ തുറന്ന് തിരിച്ചടിക്കാൻ ആജ്ഞാപിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ ശിരച്ഛേദം നടന്നിരിക്കും എന്നുള്ളത് വസ്തുത. മഡൂറയെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ അമേരിക്കൻ നടപടിക്കെതിരെ ആദ്യ വെടിയുതിർത്തത് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കരുത്തനായിട്ടുള്ള കിം ജോങ് ഉന്നാണ്. ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 4 പുലർച്ചെ കിമ്മിന്റെ മിസൈലുകൾ ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് കുതിച്ചുയരുന്ന കാഴ്ചയായിരുന്നു. അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ആ വിക്ഷേപണം ട്രംപിനുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ്, മറുപടിയാണ്. സൂക്ഷിക്കുക. വെനസ്വേലയിൽ കാട്ടിയ ഗുണ്ടായിസം ഉത്തര കൊറിയയോട് കാട്ടിയാൽ അമേരിക്കയുടെ നെഞ്ചത്ത് വീഴുക ആണവ ബോംബുകളായിരിക്കുമെന്ന് കിം പ്രായോഗികമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യൻ ഡിഫൻസ് കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാൻ അലക്സി ഷുറാലിയോസ് പ്രഖ്യാപിച്ചതുപോലെ തങ്ങളുടെ ഭൗമരാഷ്ട്രീയ എതിരാളിയുടെ തൊട്ടടുത്തു തന്നെ ആണവശേഷിയുള്ള മിസൈലുകൾ എത്തിക്കുവാൻ റഷ്യ തയ്യാറായി കഴിഞ്ഞു എന്നാണ്. ജർമ്മനിയിൽ അമേരിക്ക ദീർഘദൂര മിസൈലുകൾ സ്ഥാപിച്ചതിനുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് റഷ്യയെ ഭീഷണിപ്പെടുത്തിയാൽ ഉത്തര കൊറിയയിൽ നിന്ന് ഞങ്ങൾ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുമെന്ന പുടിന്റെ യുക്തി ഇവിടെ ജയിക്കുകയാണ്. ഒരു നല്ല നേതാവ് ഒരിക്കലും എടുത്തിയാടി യുദ്ധം പ്രഖ്യാപിക്കില്ല, മറിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. പുടിൻ ചെയ്യുന്നത് അതാണ്. അമേരിക്കയുടെ ഏത് അധിനിവേശത്തെയും നേരിടുവാൻ റഷ്യയുടെ പക്കൽ അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ വീരവാദങ്ങളായിട്ട് താഡും പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒറേഷ്നിക്കിന് മുന്നിൽ വെറും നോക്കുകുത്തികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അന്തരീക്ഷത്തിന് തൊട്ടുമുകളിൽ റഡാറുകൾക്ക് പിടികൊടുക്കാതെ തന്ത്രപരമായി പറക്കുന്ന ഈ ഹൈപ്പർസോണിക് വിസ്മയത്തെ തടയാൻ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കഴിയില്ല എന്നുള്ളതാണ്. ഫ്ലോറിഡയിലെ റഡാറുകൾ വിക്ഷേപണം കണ്ടെത്തുമ്പോഴേക്കും അമേരിക്കയുടെ പകുതിയും ചാരമായി മാറിയിട്ടുണ്ടായിരിക്കും. ഒരു വിശകലന വിദഗ്ധൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രതിരോധം ഇന്ന് ഫലപ്രദമായി കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇതിലേറ്റവും രസകരമായ കാര്യം ഒറേഷ്നിക്കിന്റെ ചലനാത്മകതയാണ്. പണ്ട് ക്യൂബയിൽ ചെയ്തതുപോലെ വലിയ കോൺക്രീറ്റ് സിലോകൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഈ മിസൈലുകളെ റഷ്യയുടെ Tu-160 വൈറ്റ് സ്വാൻ ബോംബറുകളിലോ ഹെവി ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലെയോ അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തി വെനസ്വേലയിൽ എത്തിക്കാം. വെറും 24 മണിക്കൂറിനുള്ളിൽ കാട്ടിൽ എവിടെയെങ്കിലും ഒരു ട്രക്കിന് മുകളിൽ ഈ മിസൈൽ വിന്യസിക്കാൻ റഷ്യക്ക് കഴിയുകയും ചെയ്യും. അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യുവാനോ മുൻകൂട്ടി നശിപ്പിക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പതിറ്റാണ്ടുകളായി മയക്കുമരുന്ന് വേട്ടയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച അമേരിക്കൻ സദേൺ കമാൻഡിന്റെ കണ്ണുവെട്ടിച്ച് അവരുടെ മൃദുവായ അടിവശത്തുകൂടി റഷ്യ ഈ ആണി അടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് അമേരിക്കയുടെ വൈരുദ്ധ്യം വെളിപ്പെടുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാനെന്ന പേരിൽ ലോകം മുഴുവൻ മിസൈലുകൾ വിന്യസിക്കുന്നവർക്ക് തങ്ങളുടെ വീടിന്റെ പടിക്കൽ മറ്റൊരു രാജ്യം മിസൈൽ വെക്കുമ്പോൾ അത് സഹിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. റഷ്യയും വെനസ്വേലയും തമ്മിലുള്ള ഈ സൈനിക സഹകരണം തടയുവാൻ ഒരു അന്താരാഷ്ട്ര നിയമത്തിനും കഴിയില്ല എന്ന് അലക്സി ഷുറാലിയോഫ് വ്യക്തമാക്കിയതും അതുകൊണ്ടാണ്. ഇത് ട്രംപിനുള്ള ഒരു കനത്ത പ്രഹരമാണ്. മഡൂറയെ തടവിലാക്കി വെനസ്വേലയുടെ എണ്ണ കൊള്ളയടിക്കാമെന്ന് കരുതിയ അമേരിക്കൻ സാമ്രാജ്യത്വം ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനായിട്ട് റഷ്യയോട് എന്തായാലും മുട്ടാൻ നിൽക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്.
ഇനി അഥവാ മുട്ടാൻ തയ്യാറായാൽ അമേരിക്ക പൊടി പോലും ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയും. പുടിൻ ഒറേഷ്നിക് മിസൈലുകൾ വെനസ്വേലയിൽ വിന്യസിച്ചാൽ അമേരിക്കയ്ക്ക് മുന്നിൽ രണ്ട് വഴികൾ മാത്രമേ ഉണ്ടാകൂ. ഒന്നുകിൽ മൊത്തം ഒരു യുദ്ധം, അല്ലെങ്കിൽ മൊത്തം കീഴടങ്ങൽ. 5 മിനിറ്റ് തോക്ക് തലയിൽ പിടിച്ചുകൊണ്ട് ഒരു വൻ ശക്തിക്കും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മഡൂറയെ വിട്ടയച്ച് വെനസ്വേലയിൽ നിന്ന് പിന്മാറാത്ത പക്ഷം മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ കരിനിഴലിലാകും ലോകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെനസ്വേലയെയും മഡൂറയെയും വിട്ടുതരുന്നത് വരെ അമേരിക്കയുടെ മേൽ ഈ റഷ്യൻ വാൾ തൂങ്ങിക്കിടക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. തർക്കമില്ലാത്ത കാര്യമാണ്, ഒരു യുദ്ധം എന്നുള്ളത് അനിവാര്യതയാണെങ്കിൽ അമേരിക്ക റഷ്യൻ യുദ്ധം തന്നെയായിരിക്കും. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് എത്തുകയാണെങ്കിൽ ട്രംപിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേടിയെടുത്ത വിജയം, അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയുമായിരുന്ന ആ വിജയമൊന്നും ഇനി നേടിയെടുക്കാൻ കഴിയില്ല. പകരം റഷ്യക്ക് മുന്നിൽ തലകുനിച്ച് തളങ്കലിലാകുന്ന അടിമയെ പോലെയായി മാറേണ്ടി വരും ട്രംപ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.